إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ബഹുമാന്യരായ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ കഴിഞ്ഞ ദർസിൽ സംസാരിച്ചത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രത്യേകതകളും കുടുംബ പരമ്പരയെ സംബന്ധിച്ചുമൊക്കെ ആയിരുന്നു നമ്മളുടെ ചർച്ചയുണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ വിവാഹങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിനുണ്ടായ മക്കളെ സംബന്ധിച്ചുമായിരുന്നു അവസാനമായി ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട വ്യക്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആകർഷിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി. ആ ബന്ധം കൊണ്ട് തന്നെ ആയിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രിയ പുത്രി റുഖിയ ബിൻത് മുഹമ്മദ് റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുത്തത്. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പരാമർശിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീ ലഭിച്ചതിന് ശേഷം ആ കാര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫാ കുന്നിൽ കയറി തൻ്റെ റിസാലത്ത് പ്രഖ്യാപിച്ചപ്പോൾ അവിടുത്തെ പിതൃവ്യൻ അബൂലഹബ് തബ്ബല്ലക് അലിഹാദ ജമാഅത്തന എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച ചരിത്രം നമ്മൾക്കറിയാം. അവനുള്ള മറുപടി എന്നോണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു സൂറത്ത് തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ് എന്ന് തുടങ്ങുന്ന ആ അധ്യായത്തിൽ അബൂലഹബിനെയായിരുന്നു കഠിനമായി ആക്ഷേപിച്ചത്. ആക്ഷേപ ശരങ്ങൾ ഏറ്റുകൊണ്ട് അയാളുടെ ഭാര്യ ഉമ്മു ജമീൽ വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, അവൾ അവരുടെ രണ്ട് പുത്രന്മാരായിരുന്നു ഉത്ബയും ഉതൈബയും. അവരായിരുന്നത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പുത്രിമാരെയും വിവാഹം ചെയ്തിരുന്നത്, റുഖിയയെയും ഉമ്മു കുൽസൂമിനെയും. വിവാഹം നടത്തി എന്നതല്ലാതെ അവർ വീട്ടിൽ താമസിക്കാൻ ആരംഭിച്ചിട്ടില്ല എന്നാണ് ആ ചരിത്രങ്ങൾ പറയുന്നത്. ഈ വചനങ്ങൾ അവതരിച്ചതോടുകൂടി അവരുടെ മാതാവ് ഉമ്മു ജമീൽ മക്കളോട് പറയുകയുണ്ടായി, നിങ്ങൾ രണ്ടുപേരും മുഹമ്മദിനോടുള്ള പ്രതികാരം എന്ന നിലയിൽ മുഹമ്മദിന്റെ രണ്ട് മക്കളായ റുഖിയയെയും ഉമ്മു കുൽസൂമിനെയും വിവാഹമോചനം നടത്തുക. അങ്ങനെ അവർ രണ്ടുപേരും വിവാഹമോചനം ചെയ്തു എന്നാണ് ചില ചരിത്രങ്ങളിൽ കാണുന്നത്. അതാണ് ഭൂരിഭാഗം ചരിത്രകാരന്മാരും പറയാറുള്ളത്. അപ്പോൾ റുഖിയ റളിയല്ലാഹു അൻഹ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ ജാഹിലിയത്തിൽ വിവാഹം ചെയ്തു എന്നും അതല്ല അതിനുശേഷമാണ് എന്ന് രണ്ട് വീക്ഷണങ്ങൾ ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. നമ്മൾ പരാമർശിച്ചതുപോലെ ബദർ യുദ്ധവേളയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പുറപ്പെടാനൊരുങ്ങി. പക്ഷേ അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശാനുസരണം റുഖിയയെ പരിചരിക്കാൻ വേണ്ടി മദീനയിൽ തന്നെ തങ്ങുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘ വീക്ഷണം നടത്തിയതുപോലെ തന്നെ
ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് റുഖിയ റളിയല്ലാഹു അൻഹ മരണപ്പെടുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന ആളുകളെയും കൂട്ടി അവരെ മറവ് ചെയ്യുകയുമാണ് ചെയ്തത്. അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വല്ലാതെ ദുഃഖിതനായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടി. അപ്പോ റസൂലുള്ളാഹി ചോദിക്കുകയുണ്ടായി, എന്താണ് ഉസ്മാൻ, നിങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടല്ലോ? അവിടുന്ന് പറയുകയുണ്ടായി, എന്റെ പ്രയാസം ഞാനും നിങ്ങളും തമ്മിലുള്ള കുടുംബബന്ധം അത് മുറിഞ്ഞുപോയി. നിങ്ങളുടെ മകളായിരുന്നു എന്റെ അടുക്കലുണ്ടായിരുന്നത്. അവരുടെ മരണത്തോടുകൂടി എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി പറയുകയാണ്, ഹാദാ ജിബ്രീൽ, ജിബ്രീൽ ഇതാ വന്നിരിക്കുന്നു. ഇന്നല്ലാഹ യഅ്മുറുനി അൻ ഉസവ്വിജക ഇബ്നതി ഉമ്മ കൽസൂം, എന്റെ രണ്ടാമത്തെ പുത്രി അല്ലെങ്കിൽ മറ്റൊരു പുത്രിയായ ഉമ്മു കുൽസൂമിനെ താങ്കൾക്ക് വിവാഹം ചെയ്യാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചതായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇത് അറിയിക്കുന്നു എന്ന് പറയുകയും ബിമിസ്ലി മഹരിഹ, അവർക്ക് റുഖിയക്ക് നൽകിയതുപോലെയുള്ള തത്തുല്യമായ മഹർ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്നറിയിക്കുകയും അതേപോലെ ഉമ്മു കുൽസൂമിനെയും വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. നമ്മൾക്കറിയാവുന്നതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാനിന്റെ സ്ഥാനപ്പേരാണ് ദിന്നൂറൈൻ. ഭൂരിഭാഗം സീറ പണ്ഡിതന്മാരും പറയുന്നത് ദിന്നൂറൈൻ എന്ന് പേര് വരാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പുത്രിമാരെ വിവാഹം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വന്ന വിളിപ്പേരാണ് ദിന്നൂറൈൻ എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും റുഖിയക്ക് ശേഷം ഉമ്മു കുൽസൂമിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. റുഖിയയിൽ ഉസ്മാനുണ്ടായിരുന്ന മക്കളായിരുന്നു അബ്ദുള്ള, അതേപോലെ തന്നെ അബ്ദുള്ളയും അതേപോലെ ഉസ്മാൻ അൽ അസ്ഗർ, മകന്റെയും പേര് അങ്ങനെ അറബികൾക്കിടയിലൊക്കെ വ്യാപകമാണ് പിതാവിന്റെ തന്നെ പേര് മക്കൾക്കൊക്കെ വെക്കുന്നത്. ആ രണ്ട് മക്കളാണ് അതിലുണ്ടായിരുന്നത്. അബു അബ്ദുള്ള എന്ന വിളിപ്പേരിലേക്ക് പിന്നെ അദ്ദേഹത്തെ മാറിയതും പിന്നീട് അബ്ദുള്ള ഹിജ്റയുടെ 4-ാം വർഷം മരണപ്പെടുകയും വീണ്ടും അബു അംർ എന്ന പേരിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിളിപ്പേരിലേക്ക് ആളുകൾ മാറിയതുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അവരിലുണ്ടായിരുന്നത് രണ്ട് മക്കളായിരുന്നു. ഉമ്മു കുൽസൂമിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കൾ ജനിച്ചിട്ടില്ല. ഹിജ്റയുടെ 3-ാം വർഷത്തിലാണ് വിവാഹം. 2-ാം വർഷത്തിലാണ്, 1 വർഷവും പിന്നീട് 8 മാസവും കഴിഞ്ഞപ്പോഴാണ് ബദർ യുദ്ധം സംഭവിക്കുന്നത്. പിന്നീട് 3-ാം വർഷത്തിലാണ്, ഹിജ്റയുടെ 3-ാം വർഷത്തിലാണ് ഉമ്മു കുൽസൂമിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം ഹിജ്റയുടെ 9-ാം വർഷത്തിലാണ് ഉമ്മു കുൽസൂം മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ വിഷമമുണ്ടാക്കിയ ഒരു മരണം തന്നെയായിരുന്നു അവരുടെയും വേർപാട് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഉമ്മു കുൽസൂമുമായി 9 വർഷം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ജീവിച്ചിട്ടുള്ളത് ഏതാനും മാസങ്ങളാണ്. 10-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം മുഴുവൻ മരുമകനായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർണ്ണ സംതൃപ്തിയും അതേപോലെ തന്നെ കുടുംബബന്ധത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള മതിപ്പും നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനകളിലൂടെ ഹദീസുകളിലൂടെ വായിക്കാൻ പറ്റും എന്നത് പറയാൻ വേണ്ടിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈമുഖ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പിൽക്കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നത് പോലെ. മറിച്ച് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണുന്നത്, എനിക്ക് ഇനിയൊരു മകളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവളെയും ഉസ്മാന് തന്നെ വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാനുമായുള്ള ബന്ധത്തിന്റെ ആ താല്പര്യത്തെ സംബന്ധിച്ച് നമുക്ക് അതിലൂടെ വായിക്കാൻ പറ്റും. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ സഹീഹായത് തന്നെ നിരവധി ഫിഖ്ഹിയായ മസലകൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവരെ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്തും അതേപോലെ അവരെ കഫൻ ചെയ്യുന്ന സമയത്തും കുളിപ്പിക്കുന്ന സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സമയങ്ങളിലും പതിവിൽ നിന്ന് വ്യത്യസ്തമായി അതിലൊക്കെ ഇടപെടുന്നത് നമ്മൾക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അവരെ കുളിപ്പിക്കാൻ വേണ്ടി ഉമ്മ അത്തിയ്യ റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിലുള്ള അൻസാരി സ്ത്രീകളായിരുന്നു വന്നിരുന്നത്. അവരോട് പറയുകയുണ്ടായി, നിങ്ങൾ 3 അല്ലെങ്കിൽ 5 അതല്ലെങ്കിൽ 7 പ്രാവശ്യം അവരെ കുളിപ്പിക്കുക. മയ്യത്ത് കുളിപ്പിക്കൽ സുന്നത്തിൽപ്പെട്ടതാണത്. പറ്റിയായി അവസാനിപ്പിച്ചാലും മതി. ഇൻ റഅയ്തുന്ന ദാലിക, നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും കുളിപ്പിക്കാം. സിദറ, എലന്ത വെള്ളം കൊണ്ടാണ് പിന്നെ നിങ്ങൾ കുളിപ്പിക്കേണ്ടത്. അവസാനത്തെ നിങ്ങൾ കർപ്പൂരം കൊണ്ട് 1 പ്രാവശ്യം കഴുകുക, ഒറ്റയാക്കാൻ വേണ്ടി
ഒറ്റയാക്കുന്ന തവണ കഴിയുന്നത് കർപ്പൂരം കൊണ്ടായിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതൊക്കെ നമുക്ക് സഹിയായ ഹദീസുകളിൽ കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ കുളിപ്പിക്കൽ കഴിഞ്ഞാൽ ഫഇദാ ഫറഗ്തുന്ന ഫഅദിന്നനി, നിങ്ങൾ കുളിപ്പിക്കൽ കഴിഞ്ഞാൽ എന്നെ വിളിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അവർ കുളിപ്പിച്ചു കഴിഞ്ഞ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചപ്പോൾ റസൂലുള്ളാഹി വരികയും അവിടുത്തെ അരയുടുപ്പ് അഴിച്ചിട്ട് ഈ ഉമ്മു കുൽസൂമിനെ പൊതിയാൻ കൽപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തിന് വേണ്ടിയിട്ടാണ് ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് സഹിഹായ ഹദീസിലൂടെ കാണാൻ പറ്റും. എന്നിട്ട് അവരോട് പറഞ്ഞു, അത് കൊടുത്തുകൊണ്ട് അഷീർനഹ ഇയ്യാ, നിങ്ങൾ അവളുടെ ശരീരത്തിൽ ഈ തുണി കൂടി പൊതിയുക എന്ന് പറഞ്ഞു. അങ്ങനെ കഫൻ ചെയ്തതിന് ശേഷം സ്ത്രീകളെ കഫൻ ചെയ്യൽ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. താബീങ്ങളും അതേപോലെ തന്നെ സഹായിമാരും അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അവരെ കഫൻ ചെയ്യേണ്ട വസ്ത്രത്തിന്റെ എണ്ണം സഹിയായി ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് കഫൻ ചെയ്യൽ സുന്നത്ത് 3 വസ്ത്രമാണ്. അത് തന്നെയാണ് സുന്നത്ത് എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഫുഖഹാക്കളും മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് സുന്നത്തായിട്ടുള്ളത് 5 വസ്ത്രമാണ്. അത് സഹിയായ ഹദീസുകളിൽ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനയിൽ ഇല്ലാത്തതാണ്. പണ്ഡിതന്മാർ ആ രൂപത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചു വരാറുള്ളത്. മുൻഗാമികളായ സഹിയായ റിവായത്തിൽ വന്നിട്ടില്ല, മറ്റുള്ള പല റിപ്പോർട്ടിലും ഉണ്ട് താനും. സ്ത്രീകൾക്ക് അരയുടുപ്പ്, അവരുടെ ജാക്കറ്റ്, മക്കന, പിന്നെ 2 മൊത്തം പുരുഷന്മാരെ പൊതിയുന്നത് പോലെയുള്ള 2 പിന്നെ വലിയ ഉടുപ്പ് തുണികൾ, ഇങ്ങനെയാണ് അവരുടെ പിന്നെ കഫൻ ചെയ്യേണ്ട രൂപം. ഏതായിരുന്നാലും ഇവിടെ അത് സഹിയായി ആ പ്രസ്താവന വന്നിട്ടില്ല. അതിനുശേഷം അവർ കഫൻ ചെയ്യുന്ന സമയത്ത് തന്നെ മുടി 3ആക്കി മെടഞ്ഞതും, അത് ആ മെടഞ്ഞ മുടി ബാക്കിലേക്ക് പിന്നെ ഇട്ടതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കാരത്തിന് ശേഷം ബഖീലേക്ക് വന്നു സഹായിമാരുടെ കൂടെ. ആ ഖബറിന്റെ അരികിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണീര് വാർക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി, ഇന്നലെ രാത്രി സ്ത്രീകളെ സമീപിക്കാത്ത പുരുഷന്മാരുണ്ടെങ്കിൽ ഖബറിലേക്ക് ഇറങ്ങട്ടെ. അലി റളിയല്ലാഹു അൻഹുവും ഫദ്ൽ ഇബ്നു അബ്ബാസും അതേപോലെ അബൂ തൽഹൽ അൻസാരിയും ഖബറിലേക്ക് ഇറങ്ങുകയും അവരെ ഖബറിൽ വെക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അങ്ങനെ ഉമ്മു കുൽസൂമും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ടുപിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ 2 മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അവരെ വിട്ടുപോവുകയാണ് ഉണ്ടായത്. പിന്നീടും ആര് ജീവിച്ചിരുന്നു? അലി റളിയല്ലാഹു അൻഹുവിന്റെ പത്നി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവർ പിന്നീട് മരണപ്പെടുന്നത് നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിന് ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നീട് വിവാഹം ചെയ്തത് നമ്മൾ പറയുകയുണ്ടായി, 9ഓളം വിവാഹങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ജാഹിലിയത്തിൽ 2 റുഖിയ റളിയല്ലാഹു അൻഹ ഒഴിവാക്കിയാൽ പിന്നീട് റുഖിയ, ഉമ്മു കുൽസൂം, വീണ്ടും 5 വിവാഹങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ ജാഹിലിയത്തിൽ തന്നെ അദ്ദേഹം നടത്തിയതും കൂടുതൽ മക്കളുണ്ടായതും ഉമ്മു അംർ റളിയല്ലാഹു അൻഹയിലാണ്. ബാക്കിയുള്ള പത്നിമാരെയൊക്കെ അദ്ദേഹം വിവാഹം ചെയ്യുന്നത്. ഇതിന് ശേഷമാണ് ആ കൂട്ടത്തിൽ പരാമർശിക്കപ്പെടുന്നത് ഒന്നാമതായി ഫാഖിദ ബിൻത്ത് ഗസ്വാൻ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഓർക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉമ്മുൽ ബനീൻ ബിൻത്ത് ഉയൈന, അവരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹമോചനം ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. റംല ബിൻത്ത് ഷൈബ, അവരെ വിവാഹം ചെയ്തിട്ടുണ്ട്. അവസാനമായി വിവാഹം ചെയ്തത് നായില ബിൻത്തുൽ ഫറാഫിസ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തിന്റെ സമയത്ത് അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് നായില റളിയല്ലാഹു അൻഹയാണ്. അവർ ശരിക്ക് പേർഷ്യക്കാരാണ്. ഇറാഖിൽ നിന്ന് അല്ലെങ്കിൽ കൂഫയിൽ നിന്നാണ് അവരെ മദീനയിലേക്ക് കൊണ്ടുവരുന്നത്. അടിമയായോ മറ്റോ പിടിച്ചു കൊണ്ടുവന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു അവർ. മദീനയിൽ വെച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രബോധനത്തിലൂടെ അവർ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കാൻ വേണ്ടി ശത്രുക്കൾ പലപ്പോഴും പറയുന്നതാണ്, മുസ്ലിം അല്ലാത്ത സ്ത്രീയെ വിവാഹം ചെയ്തു എന്നുള്ളത്. മുസ്ലിം അല്ലാത്ത അഹ്ലു കിതാബിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം ചെയ്യാൻ മുസ്ലിങ്ങളായ പുരുഷന്മാർക്ക് ഇസ്ലാം അനുവാദം നൽകിയതാണ്. അതോടൊപ്പം അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നുകിൽ വിവാഹത്തിന് മുമ്പോ അതല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഉടൻ തന്നെയോ ഇസ്ലാം സ്വീകരിക്കുകയും മുസ്ലിമായി മാറുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കളിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി പുരുഷന്മാരെക്കാളും ആവേശത്തോടുകൂടി അവർ നിൽക്കുന്നതൊക്കെ നമ്മൾക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തെ സംബന്ധിച്ച്, കൊലപാതകത്തെ സംബന്ധിച്ച് പറയുന്ന വേളയിൽ വിശദീകരിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അവരുടെ ആ ദൃഢനിശ്ചയവും നിലപാടുകളും
ആയിരുന്നു പലപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അല്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പിൽക്കാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഒക്കെ പലപ്പോഴും നിലപാടുകൾ കടുപ്പിക്കാനുള്ള കാരണം എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുമ്പോൾ അത് പ്രതിരോധിച്ച കാരണത്താൽ അവരുടെ ഒരു കൈയിലെ മുഴുവൻ വിരലുകളും ഈ അക്രമികളുടെ വെട്ടേറ്റ് മുറിഞ്ഞിരുന്നു. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിൽ, രക്തം പുരണ്ട വസ്ത്രത്തിൽ പൊതിഞ്ഞ് അദ്ദേഹത്തിന്റെ താടി പലപ്പോഴും പല ഭാഗങ്ങളിലും ശത്രുക്കൾ വെട്ടിയിരുന്നു. ഇതൊക്കെ മദീനയിൽ വെച്ച് പുറത്തുനിന്ന് വന്ന ആളുകൾ ചെയ്ത അക്രമങ്ങളാണ്. അതെല്ലാം കൂടി പൊതിഞ്ഞാണ് അവർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സിറിയയിലേക്ക് അല്ലെങ്കിൽ ദമസ്കസിലേക്ക് കൊടുത്തയക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വളരെയധികം കോപാകുലരാകുകയും മദീനയിലേക്ക് നീങ്ങുകയും ചെയ്തതൊക്കെ അതിനുശേഷമാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. ഏതായിരുന്നാലും നായില റളിയല്ലാഹു അൻഹ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മരണസമയത്തും ഉണ്ടായിരുന്നു എന്ന കാര്യം ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിവാഹങ്ങൾ. ഈ വിവാഹങ്ങളിലൊക്കെ കൂടി 9 പുരുഷന്മാരും 7 ആൺകുട്ടികളും, 9 ആൺകുട്ടികളും 9 ആൺകുട്ടികളും 7 പെൺകുട്ടികളുമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. ആകെ 16 മക്കൾ. അതിൽ പ്രശസ്തരായ ആളുകളെ നമ്മൾ പറയുകയുണ്ടായി. അത് ആദ്യം പറഞ്ഞ മൂത്ത മക്കളിൽ തന്നെ പെട്ട അബാൻ, മൂത്തതല്ല ഇളയതായിരിക്കും, മൂത്ത മക്കളിലല്ല, കാരണം അദ്ദേഹം താബിയാണ്, അബാൻ ഇബ്നു ഉസ്മാൻ. പക്ഷെ ആദ്യം വിവാഹം ചെയ്ത സ്ത്രീയിലാണ്, ഭാര്യയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നർത്ഥം. ഇതാണ് അദ്ദേഹത്തിന്റെ കുടുംബപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണം അടുത്തതായി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം അതാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവിതം സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ 34-ാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും 6 വയസ്സിന് ഇളയതാണ്. 34-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ചരിത്രത്തിൽ 2 വീക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ചരിത്രമാണ്, 2 റിപ്പോർട്ടുകളാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നത്. ഒന്നാമതായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉറ്റ സുഹൃത്തുക്കളിൽപ്പെട്ട വ്യക്തിയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കാരണം ജാഹിലിയത്തിൽ തന്നെ, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ആളുകളെ ബാധിച്ചിരുന്ന ഒരുപാട് മ്ലേച്ഛതകളിൽ നിന്ന് മാറി നിന്ന വ്യക്തിത്വമായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അതേപോലെ വളരെ കുറച്ച് വ്യക്തിത്വങ്ങൾ മാത്രമായിരുന്നു ആ രൂപത്തിൽ ജാഹിലിയത്തിന്റെ ഒരുപാട് അനാചാരങ്ങൾ ഒഴിവാക്കിയിരുന്ന വ്യക്തികളായിരുന്നു. ആ കൂട്ടത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുകയുണ്ടായത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നോട് ഏറ്റവും സാദൃശ്യമുള്ള വ്യക്തിയാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പല റിപ്പോർട്ടുകളിലും കാണാൻ പറ്റും. ചരിത്രത്തിന് അതിൻ്റെതായ വിലകളാണ് ഉണ്ടാകുക. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പോലെ ഉള്ള റിപ്പോർട്ടുകളല്ല, ചരിത്രകാരന്മാർ പറയുന്നതാണ്. ഏതായിരുന്നാലും അദ്ദേഹം ഒരു കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ അവർ കിടന്നുറങ്ങി. ആ സമയത്തൊരു വിളിയാളം കേട്ടുവെന്നാണ്. യാത്രാസംഘമേ, ഖുറൈശികളെ, നിങ്ങൾ എഴുന്നേറ്റ് പോവുക, മക്കയിൽ നിങ്ങളുടെ നാട്ടിൽ മുഹമ്മദ് പ്രവാചകത്വവുമായി വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം കേട്ടത്. അദ്ദേഹം ഉണർന്നപ്പോൾ ഒന്നും കണ്ടതൊന്നുമില്ല. അവരും യാത്രാസംഘവും മക്കയിലേക്ക് തിരിച്ചെത്തി. ആ വേളയിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാന്റെ അടുക്കൽ വരികയും അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു, ഉസ്മാൻ, താങ്കൾ ബുദ്ധിയുള്ള മനുഷ്യനാണ്. നമ്മളുടെ കൗമി ചെയ്യുന്ന വിഗ്രഹാരാധനയും അതേപോലെ തന്നെ മറ്റ് ഒരുപാട് അധാർമിക പ്രവർത്തനങ്ങളുമൊന്നും നമ്മളെപ്പോലുള്ള ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് സംസാരിക്കുകയും, ഇതാ നമ്മളുടെ കൂട്ടുകാരൻ മുഹമ്മദ്, അള്ളാഹു അദ്ദേഹത്തിനെ പ്രവാചകനായി നിയോഗിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാനോട് അറിയിക്കുകയും, ഈ സംസാരം നടന്നുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കടന്നു വരികയും ചെയ്തു എന്നാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംസാരിക്കുകയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചതുപോലെയല്ല, നിരവധി ചോദ്യങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു എന്നാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി പറഞ്ഞത്, ഞാൻ ഒരാളെയും ഇസ്ലാം ദീനിലേക്ക് ക്ഷണിച്ചിട്ടില്ല ഇല്ലാ കാനത്ത് ലഹു കബുവ, ഒരു തിരിച്ചിൽ അവരിൽ നിന്ന് കാണാതെ, ഇല്ലാ കാന മിൻ അബൂബക്കർ, അബൂബക്കർ ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സഹിയായി വന്നിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തർക്കിക്കാൻ വേണ്ടിയല്ല, പഠിക്കാൻ വേണ്ടിയായിരിക്കാം ചോദ്യങ്ങൾ ചോദിക്കുകയും അവസാനത്തിൽ അദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണം കണക്ക് കൂട്ടിയാൽ 4ാമത്തെ പുരുഷന്മാരിലാണ് അദ്ദേഹം ഉൾപ്പെടുക. കാരണം അതിനു മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള സെയ്ദ് ബിൻ ഹാരിസയും അതേപോലെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചെറിയ ബാലനാണ്. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ മുതിർന്ന പുരുഷന്മാരിൽ അദ്ദേഹം 2ാം സ്ഥാനത്താണ് ശരിക്കും, അതല്ലെങ്കിൽ 4ാം സ്ഥാനക്കാരനായ പുരുഷനായിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി നമ്മൾക്കറിയാം
മക്കയിലെ അന്നത്തെ അവസ്ഥ. പീഡനങ്ങളും പ്രയാസങ്ങളും സ്വാഭാവികമാണ്. പക്ഷേ അവർക്കിടയിലുണ്ടായിരുന്നൊരു മര്യാദയാണ്, ഉയർന്ന തറവാട്ടുകാരുണ്ടെങ്കിൽ അവർ ഉപദ്രവിക്കൂല. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങോട്ട് ഹിജ്റ പോയിട്ടില്ല. ഏതുവരെ? അബൂ താലിബിന്റെ മരണം വരെ, അല്ലേ? നബുവത്തിന്റെ 13-ാം വർഷത്തിലാണ് ഹിജ്റ പോകേണ്ടി വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടുതൽ ഉപദ്രവമേറ്റിട്ടില്ല. 1-2 തവണയൊക്കെ അടിപിടികളുണ്ടായത് നമ്മൾക്കറിയാം. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള സഹാബിമാരെ പോലെ ഉപദ്രവമേറ്റിരുന്നില്ല. കാരണം തറവാടിന്റെ സംരക്ഷണം അവർക്കുണ്ടായിരുന്നു. അവർ ഉപദ്രവിക്കാറുണ്ടായിരുന്നത് അമ്മാർ ഇബ്നു യാസിർ, സുമയ്യ റളിയല്ലാഹു അൻഹ, അങ്ങനെയൊക്കെ ദുർബലരായ വിശ്വാസികളെയാണ്. ബിലാൽ ഇബ്നു റബാഹ് തുടങ്ങിയ അവിടെ സംരക്ഷിക്കാനും സഹായിക്കാനും ആളുകൾ ഇല്ലാത്തവരെയാണ് പലപ്പോഴും അവരുടെ തലയിലേക്കാണ് കയറാറുണ്ടായിരുന്നത്. അടിമകളായ ആളുകളും അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഭൂരിഭാഗവും ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ഉസ്മാൻ ബിൻ അഫ്ഫാനിന്റെ നല്ല കുടുംബ സംരക്ഷണം ഉണ്ടായതുകൊണ്ട് തന്നെ, ജാഹിലിയത്തിൽ ഖുറൈശികളുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യമായി പുറത്തു നിന്നുള്ള ഉപദ്രവം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇസ്ലാം മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷവും അദ്ദേഹം മക്കക്കാർക്ക് സ്വീകാര്യനായിരുന്നു എന്നത് പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അത്രയധികം അവിടെ സ്വീകരിക്കപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ ഉപദ്രവിച്ചത് അദ്ദേഹത്തിന്റെ പിതൃവ്യൻ ഹക്കമ ബിൻ അബുൽ ആസ് ബിൻ ഉമയ്യ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ബിൻ അബുൽ ആസ് ബിൻ ഉമയ്യ അദ്ദേഹത്തിന്റെ പിതൃവ്യനാണ്. അദ്ദേഹമാണ് ഉപദ്രവിച്ചത്. കാരണം തറവാട്ടുകാരാകുമ്പോൾ പിന്നെ അവർക്ക് അതിൽ അധികാരം ഉണ്ടല്ലോ. ആ നിലയിൽ അദ്ദേഹം ഉപദ്രവിച്ചിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൈകാലികൾ ബന്ധിച്ച് ഏതാനും ദിവസങ്ങൾ വീട്ടിൽ പൂട്ടിയിട്ടു എന്നാണ്. നീ നമ്മളുടെ പൂർവ്വപിതാക്കളൊക്കെ ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെ, ആരാധ്യരെ ശപിക്കുകയും ശകാരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന മുഹമ്മദിന്റെ പുതിയ മതം സ്വീകരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹക്കം ബിൻ അബുൽ ആസ് ഉസ്മാൻ റളിയല്ലാഹുവിനെ ബന്ധിച്ച് വീട്ടിലിട്ടത് എന്ന് ചരിത്രം പറയുന്നു. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ആ വിശ്വാസ സ്ഥൈര്യത്തിന് മുന്നിൽ പരാജയപ്പെടുകയും ഉസ്മാനെ കെട്ടയച്ചു വിടുകയാണ് ചെയ്തത്. അതിനുശേഷം മക്കയിലുണ്ടായിരുന്ന ദുർബലരായ അവിശ്വാസികൾ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സഹിക്കവയ്യാതെയായപ്പോൾ, പ്രത്യേകിച്ച് അമ്മാറിന്റെയും സുമയ്യയുടെയും ഒക്കെ സംഭവങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഹബശയിലേക്ക്, ഇന്നത്തെ എത്യോപ്യ, നമ്മളുടെ മലയാളത്തിലെ അബിസീനിയ എന്ന് പറയപ്പെട്ടിരുന്ന ആ പ്രദേശത്തേക്ക് ഹിജ്റ പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്, ഏതെങ്കിലും ഒരു പ്രദേശത്ത് പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ വഅർദുല്ലാഹി വാസിയ ഫതുഹാജിറു ഫിഹാ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്, നിങ്ങളുടെ പ്രദേശങ്ങളും കുടുംബത്തെയും പിടിഞ്ഞ് നിങ്ങൾക്ക് അതിലേക്ക് ഹിജ്റ പോകാം എന്ന സൂക്തങ്ങൾ അവതരിച്ചത്. അതിനുശേഷം ആദ്യമായി ഹിജ്റ പോകുന്ന കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമുണ്ട്. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ആ കൊച്ചു സംഘത്തിൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് 2 രൂപത്തിൽ ചരിത്രത്തിൽ കാണാൻ പറ്റും. ആദ്യമായി ഹിജ്റ പുറപ്പെടുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാനും ഭാര്യ റുഖയ്യയുമാണ്. അതിന് കാരണം ഏറെക്കുറെ അവർക്ക് ഉപദ്രവമേറ്റത് കൊണ്ടല്ല, മറിച്ച് ഉപദ്രവത്തിനോടൊപ്പം മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ സാമൂഹികപരമായി ഉപദ്രവം നിലനിൽക്കുന്നതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീർഘമായ വീക്ഷണവും കൂടി അതിന് പിന്നിലുണ്ട്. ഈ വർഷങ്ങളിലാണ് റോമാക്കാർ പേർഷ്യയുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുന്നത്. ഇസ്ലാമിന്റെ തുടക്കത്തിലാണത്. അതിനർത്ഥം പേർഷ്യൻ ഭരണത്തിൽ അറേബ്യ മുഴുവൻ ആദ്യം പേർഷ്യക്കാരുടെ നിയന്ത്രണത്തിലാണ്. അറേബ്യയുടെ ചുറ്റുപ്രദേശവും ഏറെക്കുറെ പേർഷ്യക്കാരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇനി ഇസ്ലാമിക പ്രബോധനം ഒരുപക്ഷെ പ്രയാസകരമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി കാണുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നുള്ള സംരക്ഷണമാണ് ഒരുപക്ഷെ ഹബശയിലേക്ക് എത്തിയാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും കൂട്ടരും അവിടെ ഒരു സാമൂഹികപരമായി ഒരു നിലനിൽപ്പ് നേടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് എന്ത് ചെയ്യാം, ഹിജ്റ പോകാൻ പറ്റിയേക്കാം എന്ന കാഴ്ചപ്പാട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വ്യക്തിപരമായി അദ്ദേഹത്തിന് ഖുറൈശികളിൽ നിന്ന് മറ്റുള്ള സഹായിമാർക്ക് ദുർബലരായ വിശ്വാസികൾക്കുണ്ടായതുപോലെയുള്ള പ്രയാസങ്ങളോ പീഡനങ്ങളോ ഏറ്റിട്ടില്ല. മറിച്ച് ഇങ്ങനെയുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഹിജ്റയ്ക്ക് പിന്നിലുണ്ടായിരുന്നു എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, വല്ലദീന ഹാജറു ഫില്ലാഹി മിൻ ബഅദി മാ ദുലിമു ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ലനുബവ്വിഅന്നഹും ഫിദ്ദുനിയാ ഹസന വലഅജ്റുൽ ആഖിറതി അക്ബറു ലൗ കാനൂ യഅലമൂൻ. ആക്രമിക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയ ആളുകൾക്ക് ലനുബവ്വിഅന്നഹും ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ തന്നെ അവർക്ക് ഞാൻ നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്, വലഅജ്റുൽ ആഖിറതി അക്ബർ,
പരലോകത്ത് അവർക്ക് വലിയ പ്രതിഫലവുമുണ്ട്. ലൗകാനു യഅലമൂൻ, അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. ദുനിയാവിൽ അവർക്ക് നല്ലത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് പിന്നീട് നമ്മൾ മദീനയിൽ കാണുന്നുണ്ട്, അല്ലെ? ഹിജ്റ പോയ ആളുകൾ തിരിച്ചു വരികയും മരണപ്പെടാത്ത ഒന്നോ രണ്ടോ വ്യക്തികൾ ഒഴിച്ച് ബാക്കിയുള്ളവർ തിരിച്ച് മദീനയിലേക്ക് എത്തുകയും മദീനയിലെ ഇസ്ലാമിക രാജ്യത്തിലേക്ക് അവർ വരികയും അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ച ഹസനത്ത് അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ വചനങ്ങൾ അവതരിച്ചിട്ടുള്ളത് എന്ന് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ അങ്ങോട്ട് പോയത് ഭാര്യ റുഖിയയും കൂട്ടിക്കൊണ്ടാണ്. അവർ മരണപ്പെടുന്നത് പിന്നീടാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരുടെ ആ വേർപാട് പ്രയാസമുണ്ടാക്കിയിരുന്നു. വരുന്ന ആളുകളോടൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു, ഉസ്മാനെയും മകളെയും കണ്ടോ എന്ന വിവരം. അങ്ങനെ അവിടുന്ന് വന്ന ചില കച്ചവട സംഘങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയുണ്ടായി അവര് റുഖിയയും ഉസ്മാനെയും കണ്ടത്. റസൂലുള്ളാഹി ചോദിക്കുകയുണ്ടായി, എന്താണ് അവരുടെ അവസ്ഥ? അവിടെ പോയി താമസിക്കാൻ അവർക്ക് സ്ഥലം കിട്ടിയോ? അവരെ ആരെങ്കിലും സ്വീകരിച്ചോ? അതല്ല അവിടെ പട്ടിണിയാണോ പ്രയാസമാണോ എന്നൊക്കെ അന്വേഷിച്ചപ്പോ അവരോട് പറയുന്നത്, ഞങ്ങൾ കാണുകയുണ്ടായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കഴുതപ്പുറത്ത് റുഖിയയും കയറ്റി യാത്ര ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഉസ്മാൻ ബിൻ അഫ്ഫാനാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് ശേഷം ആദ്യമായി ഇസ്ലാമിൽ ഹിജ്റ പോയ വ്യക്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രശംസിച്ച് പറയുകയുണ്ടായി എന്നാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് ശേഷം പിന്നീട് ഹിജ്റ ഉണ്ടാകുന്നത് മുസ്ലിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലാണ്. അതിനു മുമ്പ് ഒരു ഹിജ്റ ഉണ്ടായതായി ചരിത്രം പറയുന്നില്ല. ആ രൂപത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിച്ചു പറഞ്ഞതായി നമ്മൾക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. അങ്ങനെ പിന്നീട് അവിടുന്ന് തിരിച്ചു വരുന്നത് ഹബശയിൽ നിന്ന്, എത്യോപ്യയിൽ നിന്ന് അവർ മടങ്ങി വരുന്നത് അവിടെ പ്രചരിച്ചൊരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, മക്കയിലെ ആളുകൾ മുഴുവൻ മുസ്ലിമായി എന്ന് എത്യോപ്യയിൽ പ്രചരിക്കുകയും അവിടെയുള്ള ആളുകൾ തിരിച്ചു വരികയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ അവർ വലിയ പ്രയാസത്തിലേക്കാണ് ചാടിയത്. ചില ചരിത്രങ്ങൾ പറയുന്നവർ വീണ്ടും ഹബശയിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്നാണ്. ഒന്നാമത്തെ യാത്രയിൽ തന്നെ നമ്മളുടെ കൂട്ടത്തിലെ കുറെ ആളുകൾ ഹിജ്റ പോയി എന്ന് കേട്ടപ്പോൾ ഖുറൈശികൾ അവരെ പിടികൂടാൻ വേണ്ടി മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ഉണ്ടായ ആ രൂപത്തിൽ തന്നെ അവരെ പിടിക്കാൻ വേണ്ടി വന്നിരുന്നു എന്നാണ്. അവർ കപ്പൽ കയറിയത് ഷുഐബയിൽ വെച്ചാണ്. അന്ന് ജിദ്ദ നഗരമില്ല, ജിദ്ദയിലെ തുറമുഖമില്ല. ഈ നഗരവും തുറമുഖമൊക്കെ പണിയിപ്പിച്ചതാരാണ്? നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തു വരുന്ന കഥാപുരുഷൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. ജിദ്ദ പട്ടണം തുറമുഖമാക്കി മാറ്റുകയും ഇവിടെ നാഗരികത ഉണ്ടാക്കുകയും ചെയ്തത്. അതിനു മുമ്പ് ഒഴിഞ്ഞ പ്രദേശമാണ്, കടപ്പുറമായി കടലിന്റെ തീരമായി കിടക്കുകയാണ്. അന്ന് മക്കയിലുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നത്. ഷുഐബയിൽ നിന്നാണ് നേരെ അവർ എത്യോപ്യയിലേക്കും സുഡാനിലേക്കും ഒക്കെ കയറി പോകാറുണ്ടായിരുന്നത്. അവർ കപ്പൽ കയറിയതിനു ശേഷമാണ് ഖുറൈശികൾ എത്തിയത്. അവർക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോവുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്തതാണ്. അവരുടെ കൂട്ടത്തിൽ പല ആളുകളും അവിടെ നിൽക്കുകയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉൾപ്പെടെയുള്ള സഹാബിമാർ ഒന്നുകിൽ ഹിജ്റയുടെ തൊട്ടു മുമ്പ് അതല്ലെങ്കിൽ ഹിജ്റയ്ക്ക് ശേഷം മദീനയിലേക്കാണ് അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം ബദർ യുദ്ധത്തിൽ ആര് പങ്കെടുക്കുന്നുണ്ട്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ പങ്കെടുത്തിട്ടുണ്ട്. ഏതോ രൂപത്തിൽ നിയമപരമായി. കാരണം അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പ്രകാരം മാറിയുന്നതാണ്. ഈജിപ്തിൽ നിന്ന് ഹജ്ജിന് വന്ന ഒരു ഹാജി പിൽക്കാലത്ത് ചോദിക്കുകയാണ്, ഷിയാക്കളുടെ ഈ അബ്ദുല്ലാഹ് ഇബ്നു സബയിന്റെ വസ്വാസിൽപ്പെട്ടുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ കണ്ടുമുട്ടി ഹറമിൽ വെച്ച്, മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഹജ്ജിന്റെ സമയത്ത്. അപ്പോ ഇവിടെ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളുണ്ടോ? അപ്പൊ ചൂണ്ടിക്കാണിച്ചു കൊടുക്കപ്പെട്ടു, ഇതാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഈ ഹാജി ചോദിക്കുകയാണ്, ഈ വസ്വാസപ്പെട്ട വ്യക്തി, ഉസ്മാൻ ബദറിൽ പങ്കെടുത്തിട്ടില്ല അല്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ നടന്നതിന് ശേഷമാണ് ആ ചോദ്യം. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറഞ്ഞു, അതെ, പങ്കെടുത്തിട്ടില്ല. അടുത്ത ചോദ്യം, ഉസ്മാൻ ഉഹദിൽ നിന്ന് തോറ്റ് മദീനയിലേക്ക് പേടിച്ചോടിയ വ്യക്തികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇബ്നു ഉമറിന്റെ മറുപടി, അദ്ദേഹം പിരിഞ്ഞോടിയ കൂട്ടത്തിലുണ്ടായിരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ ചോദ്യം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല അല്ലേ? ഇബ്നു ഉമറിന്റെ മറുപടി, അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഉടനെ അദ്ദേഹം തക്ബീർ ചൊല്ലി. യാ ഖൗമു കേൾക്കലുണ്ട്, അവർ കേൾക്കാൻ വേണ്ടി. എന്ത്? ഇതാ നമ്മളുടെ ആരോപണങ്ങളൊക്കെ ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായിമാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒഴിവുകഴിവുകൾ നോക്കി രക്ഷപ്പെട്ട വ്യക്തിയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉടനെ അദ്ദേഹത്തിനെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, എന്താണ് സംഭവം എന്ന് ഞാൻ നിന്നെ കേൾപ്പിക്കാം. ഇത് ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിലുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, അമ്മാ ഗസ്വത്ത് ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഉസ്മാൻ ബിൻ അഫ്ഫാൻ മദീനയിൽ റുഖിയയെ പരിചരിച്ചുകൊണ്ട് താമസിക്കുകയായിരുന്നു. ബദറിൽ പങ്കെടുത്തതായി അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗണിക്കുകയും അദ്ദേഹത്തിന് ബദരികളുടെ കൂട്ടത്തിലുള്ള ഓഹരി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ തടസ്സം നമ്മൾ പറയുന്നത് പോലെ ഇസ്ലാമിക
ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരമായതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുത്തതുപോലെ പരിഗണിക്കുകയും അദ്ദേഹത്തിന് ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് നൽകിയതുപോലെയുള്ള ഗനീമത്തിന് ഒരു വിഹിതം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായി. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം പിന്തിരിഞ്ഞോടി എന്ന് പറയുന്നത് അദ്ദേഹം മാത്രമല്ല, ഒരുപാട് സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി വരുന്നപ്പോൾ പലരും മദീനയിലേക്ക് പിരിഞ്ഞു പോന്നിരുന്നു. ആ കൂട്ടത്തിലാണ്. അവരെ സംബന്ധിച്ച് അള്ളാഹു സൂറത്ത് ആലി ഇംറാനിലും മറ്റുമൊക്കെ പരാമർശിക്കുകയും അവർക്ക് അള്ളാഹു മാപ്പ് നൽകുകയും ചെയ്തു എന്ന് വ്യക്തമായി ഖുർആനിലൂടെ പരാമർശിച്ചതാണ്. മാപ്പ് ചെയ്ത ഒരു സംഭവത്തിനെ സംബന്ധിച്ച് പിന്നീട് അള്ളാഹു മാപ്പ് ചെയ്തു എന്ന് ഖുർആനിലൂടെ അവതരിപ്പിച്ചൊരു കാര്യത്തെപ്പറ്റി ആക്ഷേപിക്കാൻ പാടില്ലല്ലോ. അതേപോലെ തന്നെ ഹുദൈബിയ സന്ധിയും അതേപോലെ ബൈഅത്തുർ റിദ്വാനും സംഭവിക്കുന്നത് തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹുദൈബിയ സന്ധി അല്ല, ബൈഅത്തുർ റിദ്വാൻ ഉണ്ടാകുന്നത് ഉസ്മാൻ റളിയല്ലാഹുവിന് വേണ്ടിയാണ്. അദ്ദേഹത്തെ വധിച്ചു എന്ന കിംവദന്തി വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എങ്കിലും അദ്ദേഹത്തിന് ആ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ ഒരു കൈയിൽ മറ്റൊരു കൈ വെച്ചുകൊണ്ട് ഇത് ഉസ്മാന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ത് ചെയ്തത്? പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അപ്പൊ മറ്റുള്ളവരെക്കാളും മുകളിലാണ് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ സ്ഥാനം എന്ന് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്യാറുള്ളത്. എന്താണ്? സത്യത്തിൽ അസത്യം കൂട്ടിയിട്ട് അറിവില്ലാത്ത ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക. ഇസ്ലാമിക ലോകത്ത് ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഫിത്നയുടെയും കാരണം എന്തായിരുന്നു? ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉസൂലുൽ സുന്നയിൽ പഠിപ്പിച്ചതുപോലെ ഭരണാധികാരികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറഞ്ഞ മാനദണ്ഡങ്ങൾ മുസ്ലിങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ബാധിക്കുന്ന ദുരന്തങ്ങൾ, ഉസ്മാനെ വധിക്കുന്നതിലേക്ക് ആ പ്രചാരണം എത്തി അല്ലേ? ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. അവരെ സംബന്ധിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാനിന് എന്ത് നിലപാടുണ്ടായിരുന്നു എന്നുള്ളതല്ല. അദ്ദേഹം നിരപരാധിയായി കൊല്ലപ്പെട്ടു. എവിടെ വെച്ച്? മസ്ജിദ് നബവിയുടെ അടുത്ത് വെച്ച്. സഹാബിമാരൊക്കെ അവിടെ ഉണ്ടായിരിക്കെ അവർക്ക് തടയാൻ പറ്റിയില്ല. ആ രൂപത്തിൽ ആസൂത്രിതമായി അവർക്ക് ആ പ്ലാൻ നടപ്പാക്കാൻ പറ്റി. ഇസ്ലാമിക ലോകത്ത് അസ്തമിക്കാത്ത ഫിത്നയ്ക്ക് അത് വാതിൽ തുറക്കുകയും ചെയ്തു. ഇന്നും ഇസ്ലാമിക ലോകം രണ്ട് ചേരിയായി പോരാടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ഈ കൊലപാതകം, അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ അറിയാം. ചരിത്രം വായിക്കാത്തവർക്ക് ഇന്ന് കണ്ടുകൊണ്ട് അനുഭവത്തിലൂടെയും അത് മനസ്സിലാക്കാൻ പറ്റും. ഏതായിരുന്നാലും ഈ ഉസ്മാൻ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ഹിജ്റയും അതിനുശേഷം അദ്ദേഹം തിരിച്ചെത്തുന്നതുമാണ് നമ്മൾ പരാമർശിക്കുകയുണ്ടായത്. മദീനയിലേക്ക് എത്തിയതിനു ശേഷമുണ്ടായ ചരിത്രങ്ങൾ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ പിന്നീട് നമുക്ക് കേൾക്കാം. മുസ്ലിമായതിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഖുറൈശികൾ അറബികളിലെ തലവന്മാരാണ്, നേതാക്കന്മാരാണ്. ഖുറൈശികളിൽ തന്നെ പല ഉപഗോത്രങ്ങളുണ്ട്. അതിലേറ്റവും സമ്പന്നരായിരുന്നു അബിഷമികൾ, ബനു അബ്ദു ഷംസ്. ആ ബനു അബ്ദു ഷംസിൽ തന്നെ ഏറ്റവും സമ്പന്നനായിരുന്നു ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. മരണസമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ഉപേക്ഷിച്ചു പോയ ലക്ഷക്കണക്കിന് ദീനാറുകൾ അദ്ദേഹത്തിന് അനന്തരമായി ലഭിച്ചിരുന്നു. ദിർഹമുകളല്ല, സ്വർണ്ണ നാണയങ്ങൾ. അത് ഉപയോഗിച്ച് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവിന്റെ കൂടെ അദ്ദേഹം ഷാമിലേക്കും മറ്റും കച്ചവടത്തിന് പോയിട്ടുണ്ട്. പിന്നീട് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വ്യാപാരത്തിലേക്കായിരുന്നു ഇറങ്ങിയിരുന്നത്. അങ്ങനെ ഏറ്റവും സുഖലോലുപനായിട്ടാണ് അദ്ദേഹം ചെറുപ്പകാലത്ത് ജീവിച്ചിരുന്നത്. അതോടൊപ്പം മര്യാദക്കാരനും നല്ല സ്വഭാവക്കാരനുമായിരുന്നു എന്നുള്ളതാണ്. മുസ്ലിം ആയതിനു ശേഷം നമുക്ക് കാണുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഹിജ്റയ്ക്കൊക്കെ ശേഷം ഏറ്റവും വിരക്തിയും അതേപോലെ തന്നെ സാഹിദുമായ വ്യക്തിയായിട്ടാണ്. പല മഹാന്മാരും കിതാബ് സുഹദ് ലഭിച്ചപ്പോൾ ആ കൂട്ടത്തിൽ പ്രത്യേകം അധ്യായം കൊടുത്തിട്ടുണ്ട്. സുഹദ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഐഹിക വിരക്തി. ആദ്യകാലത്തൊക്കെ അദ്ദേഹം ഭക്ഷണത്തിലും മറ്റുമൊക്കെ വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് കഴിച്ചുകൂട്ടിയിരുന്നതെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം വിരക്തിയുടെ ഒരു പ്രതിരൂപമായി മാറിയിരുന്നു എന്നാണ് സഹിയായ റിപ്പോർട്ടുകളിൽ തന്നെ നമ്മൾ കാണാൻ പറ്റുന്നത്. പരലോക ചിന്ത അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ കാണുന്നതാണ്. അദ്ദേഹം ഖബർ എന്ന് കേൾക്കുമ്പോൾ കരഞ്ഞ് അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിൽ പോലും നനയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ സഹായിമാരുടെ അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ പല സംഗതികളും കേൾക്കുമ്പോൾ, ഉദാഹരണത്തിന് നരകശിക്ഷയെപ്പറ്റി മഹ്ശറയെ സംബന്ധിച്ചൊക്കെ കേൾക്കുമ്പോഴൊന്നും പ്രയാസപ്പെടാത്ത രൂപത്തിൽ ഖബറിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രയാസപ്പെടുകയും കരയുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മനാസിലിൽ ആഖിറ. പരലോകത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഖബർ. ആ ഖബറിലെ പരീക്ഷണത്തിൽ വിജയിച്ചവർ ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. അപ്പോൾ ആ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ എളുപ്പമായിരിക്കും. എന്ത്? ഖബറിൽ എളുപ്പമായിട്ടുണ്ടെങ്കിൽ അവിടെ പ്രയാസമാണെങ്കിലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രയാസമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും അദ്ദേഹം തുടർന്ന് പറയുകയും ചെയ്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു മൻദറൻ ഇല്ലാ റഅയ്തു വൽ ഖബറു അഫ്ളഅ മിൻഹു. ഞാൻ കണ്ട എല്ലാ ദുരന്തങ്ങളും പ്രയാസങ്ങളും അതിലേറെയൊക്കെ പ്രയാസമാണ് എന്ത്? ഖബറിലെ അവസ്ഥ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റ് ഖബറിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഇമാം തിർമിദിയും മറ്റുമൊക്കെ ഉദ്ധരിച്ച ഹദീസുകളിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ജീവിതവും പിന്നീട് ആ രൂപത്തിൽ തന്നെ മാറുകയാണ്, വിരക്തി അധിഷ്ഠിതമായ രൂപത്തിൽ. അറേബ്യയിലെ ഏറ്റവും സമ്പന്നനായിരിക്കുമ്പോൾ തന്നെ അതൊക്കെ അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന് അള്ളാഹു കുമിഞ്ഞുകൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെയോ ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയോ തീർന്നു പോയിട്ടില്ല, മറിച്ച് നൽകിയതിന് ഇരട്ടി ഇരട്ടിയായി അള്ളാഹു അദ്ദേഹത്തിന് ജീവിതകാലത്ത് മരണം വരെ നൽകിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് നമുക്ക് കാണാൻ പറ്റും. ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ ബിൻ അലി ബിൻ അബി താലിബ്, അവര് പറയുന്നത് രണ്ട് ശേരിക്കാരനാണല്ലോ. ഹസൻ റളിയല്ലാഹു പറയാണ്, ഞാനൊരിക്കൽ പള്ളിയിലേക്ക് വന്നപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ കിടക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ മേൽമുണ്ട് ഷാള് അദ്ദേഹം വിരിച്ചിട്ട് തലയണയാക്കി വെച്ചിട്ടുണ്ട്, പള്ളിയിലെ മണലിൽ വിരിച്ച് സുഖമായി ഉറങ്ങുക. അമീറുൽ മുഅ്മിനീൻ ആയതിനു ശേഷം, ഖലീഫ ആയതിനു ശേഷം അദ്ദേഹം പള്ളി കിടക്കുന്നത് പള്ളിയിലെ ആ മണലിൽ. മസ്ജിദ് നബവിയുടെ അവസ്ഥ ഹദീസുകളിൽ കാണാവുന്നത് പോലെ കാനത്തിൽ കിലാബു തുഖ്ബിലു വ തുദ്ബിറു. തങ്ങളുടെ കാലത്തൊക്കെ പള്ളിയിൽ മണലായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് ചരക്കല്ലിട്ട് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. പലപ്പോഴും പട്ടികൾ വരെ ശരിയായ അടച്ചുറപ്പില്ലാത്തതുകൊണ്ട് തന്നെ പ്രവേശിക്കാറുണ്ടായിരുന്നു ആദ്യകാലത്തൊക്കെ. അങ്ങനെയുള്ള പള്ളി തന്നെയാണ്. ഒരുപക്ഷെ ആ സമയത്തും അങ്ങനെ പ്രവേശിച്ചിട്ടുണ്ടായിരിക്കാം. ഏതായിരുന്നാലും ഈ കല്ല് പാകിയ അല്ലെങ്കിൽ ചരൽക്കല്ല് പിടിപ്പിച്ച പള്ളിയുടെ അകത്താണ് മക്കയിലെ അല്ലെങ്കിൽ അറേബ്യയിലെ ഈ കോടീശ്വരനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അതോടൊപ്പം അദ്ദേഹം ആരാണ്? അമീറുൽ മുഅ്മിനീനാണ്. ഇത് അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബിന്റെയും കാലശേഷമാണ് റളിയല്ലാഹു അൻഹു മജ്മഈൻ. ഇസ്ലാമിക ഖിലാഫത്ത് വിശാലമാവുകയും മുസ്ലിങ്ങൾക്കൊക്കെ ഏറെക്കുറെ സമ്പത്തും സമൃദ്ധിയൊക്കെ കൈവന്നതിന് ശേഷമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഈ രൂപത്തിൽ കിടന്നുറങ്ങാറുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലും ജീവിത രീതിയിലൊക്കെ അദ്ദേഹം മാറ്റം വരുത്തി. വിരക്തി തുറച്ചു കാണുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഉണ്ടായിരുന്നത്. നോമ്പ് പിടിക്കുന്ന കാര്യത്തിൽ കാന യസൂമുദ്ദഹർ, നോമ്പ് നിഷിദ്ധമായ ദിവസങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ളതൊക്കെ നോമ്പ് പിടിക്കാറായിരുന്നു. ഏറ്റവും സുന്നത്ത് എങ്ങനെയാണ്? ഒരു നോമ്പ്, ഒരു ദിവസം നോമ്പില്ലാതെ. പക്ഷെ അദ്ദേഹം പലപ്പോഴും തുടർച്ചയായി നോമ്പുകൾ പിടിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടുന്ന സമയത്ത് പോലും അദ്ദേഹം എന്തായിരുന്നു? നോമ്പുകാരനായിരുന്നു. ആ ചരിത്രം നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു, നോമ്പ് തുറക്കാൻ എന്നോട് അങ്ങോട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിനോട് ഭക്ഷണം ആ കൊല്ലപ്പെടുന്ന ദിവസം ഭക്ഷണം ആയി ചെന്ന ആളുകളോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രതികരിക്കേണ്ടായത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടസംഗതികളായിരുന്നു. ഒന്ന് രാത്രി നമസ്കാരം, മറ്റൊന്ന് ഖുർആൻ പാരായണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന, നമ്മളിവിടെ റേഡിയോയിലൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ലൗ തഹുറത് ഖുലൂബുക്കും മാ ശബിഅത് മിൻ കലാമി റബ്ബിക്കും. എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയുള്ളതായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ ചൊല്ലി അവസാനിപ്പിക്കാൻ തോന്നുമായിരുന്നില്ല. പിന്നെ ഇത് മടക്കുന്നത് എന്തുകൊണ്ടാണ്? മുസ്ഹഫ് തുറക്കുമ്പോൾ തന്നെ കണ്ണ് എന്തോ തടയുന്ന മാതിരി തോന്നിയിട്ട് ഇങ്ങനെ ഷട്ടർ അടയണത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. കാരണം അല്ലാഹുവിന്റെ കലാം വിശുദ്ധമായ സ്ഥലങ്ങളിലാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, അത് വിശുദ്ധന്മാർക്കുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് വായിക്കാൻ പറ്റാത്തത്, അത് വായിക്കാൻ പറ്റാത്തത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ഖുർആൻ ക്രോഡീകരിച്ചു, അതിന്റെ കോപ്പിയെടുത്ത് ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇസ്ലാമിക ക്യാപിറ്റലുകളിലേക്ക് അയച്ചു കൊടുത്തു. അതോടൊപ്പം ജീവിതത്തിൽ അദ്ദേഹം ഖുർആൻ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്ത ഹാഫിദാണ് അദ്ദേഹം. അതോടൊപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ മുസ്ഹഫ് ഉണ്ടായിരുന്നു. ആ എഴുതി പ്രതികളിലെ ഉമ്മുൽ കിതാബ് പ്രധാന പ്രതി ആരുടെയായിരുന്നു? ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അടുക്കലായിരുന്നു. ആ കോപ്പി ഇന്നും ലഭ്യമാണ് തുർക്കിയിലെ ഇസ്തംബൂളിലെ ലൈബ്രറിയിൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നപ്പോൾ തെറിച്ച രക്തത്തുള്ളികളോടുകൂടിയാണ് ഇന്നും അത് കണ്ട ആളുകൾ പറയുന്നത്. അത് ചരിത്ര അവശേഷിപ്പായി ഇന്നും അത് ലോകത്ത് നിലനിൽക്കുകയാണ്. താളുകളൊക്കെ ഉപയോഗിച്ച് പാരായണം ചെയ്ത് പിന്നീയ അവസ്ഥയിലായിരുന്നു അതുണ്ടായിരുന്നത് എന്നാണ് ആ കാലത്ത് തന്നെ താബീങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ രൂപത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ എല്ലാ ദിവസവും പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എനിക്ക് അള്ളാഹുവിനെ ദർശിച്ച് കൊതി തീർന്നിട്ടില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഖുർആനിലേക്ക് നോക്കി, മനപ്പാഠം ഉണ്ടായിരിക്കെ തന്നെ ഖുർആനിന്റെ പേജുകളിലേക്ക് നോക്കിയായിരുന്നു അദ്ദേഹം പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വെട്ടേൽക്കുന്നതും കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. രാത്രി നമസ്കരിക്കാൻ അദ്ദേഹം സ്വീകരിച്ചിരുന്ന ശൈലി ഒരു റക്അത്ത് മാത്രമാണ്. പല റിവായത്തുകളിലും കാണുന്നത് മുത്തയ്റ
ഒറ്റ റക്അത്ത് മാത്രം തഹജ്ജുദ് നിസ്കരിക്കാറുള്ളത്. പക്ഷെ ആ റക്അത്ത് എങ്ങനെയാണ്? ഖുർആനിന്റെ ഭൂരിഭാഗം ഒറ്റ റക്അത്തിൽ. ഇശാ നമസ്കരിച്ചാൽ ഉടനെ കിടന്നുറങ്ങുമായിരുന്നു, ചെറിയൊരു ഉറക്ക്. പിന്നീട് എഴുന്നേറ്റാൽ ഫജ്ർ വരെ ഒരു റക്അത്തിലോടുകൂടി ഖുർആൻ അങ്ങനെ പാരായണം ചെയ്ത് അദ്ദേഹം ദീർഘമായി റുക്കൂയിലോ സുജൂദിലോ പോകാതെ ദീർഘമായി ഫജ്റിനോട് അടുത്ത സമയം വരെ പാരായണം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നാണ് ഇബ്നു സീരീനിൽ നിന്ന് സഹിയായി ഉദ്ധരിക്കുന്നത് കാണാം. അദ്ദേഹത്തിനെ വധിച്ച വാർത്ത കേട്ടപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഒരാൾ പറയുകയുണ്ടായി, അദ്ദേഹം രാത്രി നമസ്കരിക്കുന്ന വ്യക്തിയായിരുന്നു, പകൽ മുഴുവൻ നോമ്പ് പിടിക്കുന്ന വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിനെ നിങ്ങൾ കൊന്നുകളഞ്ഞല്ലോ എന്ന്. അദ്ദേഹത്തിന്റെ പരിചയമുള്ള, അദ്ദേഹത്തിന്റെ ജീവിത രീതി പരിചയമുള്ള വ്യക്തികളൊക്കെ, ഭാര്യമാരും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് വലയത്തിൽപ്പെട്ട ആളുകളൊക്കെ പ്രതികരിച്ചത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഏറ്റവും വലിയൊരു ആബിദും സാഹിദുമായിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഏതോടൊപ്പം ഏറ്റവും വലിയ സമ്പന്നനായിരിക്കെ തന്നെ. അപ്പൊ അത് കഴിയുന്നതാണ്, സമ്പത്തിനോടെതിരല്ല ഇസ്ലാം. ഈ പല ആളുകളുടെ ഇപ്പൊ കാഴ്ചപ്പാടതാണ്. ഇവര് പറയുന്ന ഈ ഇസ്ലാമിക സംസ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സുകാർ നമ്മളാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ ഏറ്റുമുട്ടല്, കമ്പോളക്കാർ. അവരുടെ കമ്പോളം ചിലപ്പോൾ ഇസ്ലാമുമായിട്ട് ഒത്തുപോകില്ല. പക്ഷേ യഥാർത്ഥ രൂപത്തിലുള്ള വ്യാപാരവും അതേപോലെ തന്നെ കച്ചവടവും പുരോഗതിയൊന്നും ഇസ്ലാമുമായി കൂട്ടുമുട്ടുന്നില്ല എന്നതിന്റെ തെളിവാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തുടങ്ങിയ സഹായിമാരുടെ ജീവിതവും അവരുടെ സുഹൃത്തും വിരക്തിയുമൊക്കെ. വലിയ സമ്പന്നനായി വിചാരിച്ചുകൊണ്ട് ഒരാൾക്ക് 2 വയറിൽ ഭക്ഷിക്കാൻ പറ്റൂലല്ലോ, ഒരാൾക്ക് 2 ഉടുപ്പിടാൻ പറ്റൂല. അത് വ്യക്തിപരമായി അദ്ദേഹത്തിന് ഒരു മനുഷ്യന് എത്ര ജീവിക്കാൻ പറ്റും, എത്ര ഉണ്ണാൻ പറ്റും, എത്ര ഉടുക്കാൻ പറ്റും, അത്ര തന്നെ പറ്റുള്ളൂ. അതൊക്കെ കഴിവുണ്ടായിരിക്കെ ഉപേക്ഷിക്കുന്നതിന്റെ പേരാണെന്ത്? സുഹൃദ്. സുഹൃദ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്ത്? ഉടുക്കാനും ഉണ്ണാനും ഒക്കെ എമ്പാടും കഴിവുണ്ടായിരിക്കെ ആ നിലവാരത്തിലേക്ക് ഉയരാതെ താഴ്ന്നു ചെയ്യുന്നതിന്റെ പേരാണെന്ത്? സുഹൃദ്. ഒന്നും കിട്ടാതെ പട്ടിണി കിടക്കണവൻ സുഹൃദ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഉപയോഗിക്കാൻ കഴിവും സാമ്പത്തിക ശേഷിയും ഉണ്ടായിരിക്കെ ഉപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടി? അതെല്ലാം ഫുദൂലുകളാണ്, ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കുന്നതാണ്, അതല്ലെങ്കിൽ മറ്റു കൂടുതൽ തഖ്വയിൽ നിന്ന് തെറ്റിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ഉപേക്ഷിക്കുന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അല്ലേ? റസൂലുള്ളാഹിനോട് മരണത്തിന് മുമ്പ് കാണിക്കപ്പെട്ടിരുന്നു ഈ ഭൂമിയുടെ ഖജനാവ് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതേപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള ദീർഘായുസും പ്രവാചകത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഇല റഫീഖിൽ അല. കാരണം അതിന് ശേഷം എന്താ? മരണം. എന്നാ പിന്നെ അത് ഇപ്പോ തന്നെ ആവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു. ആര് തീരുമാനിച്ചതുപോലെ? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ കാളയുടെ പുറത്ത് കൈവെക്കാൻ പറഞ്ഞു. ആ കൈപ്പത്തിക്ക് താഴെ എത്ര രോമങ്ങളുണ്ട് അതിനൊക്കെ തുല്യമായി ഓരോ വർഷം. അദ്ദേഹം പറഞ്ഞു അതിനുശേഷം മരിക്കന്നെ. അദ്ദേഹത്തിന്റെ പ്രതികരണം, എന്നാ പിന്നെ കാളയുടെ പുറത്ത് കൈവെക്കേണ്ട ആവശ്യമില്ല, ആ മരണം ഇപ്പൊ തന്നെ ആവട്ടെ. കാരണം അവർക്കൊക്കെ തെരഞ്ഞെടുത്താൽ പോകാനുള്ളത് എങ്ങോട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഇല റഫീഖിൽ അല. അതല്ലാത്തവർക്കോ ഹദീസുകൾ വന്നതുപോലെ ആടിനെ വെള്ളത്തിലേക്ക് വലിച്ചതുപോലെയായിരിക്കും. അതിലേറെ പ്രയാസമാണ്. ആ ഉപമയൊന്നും പോരാ. റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരുത്തി തുണി മുള്ളുവേലിയിൽ നിന്ന് കമ്പുകൊണ്ട് വലിച്ചെടുക്കുന്നത് പോലെയാണ് അവന്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് നരകത്തിലേക്കുള്ള ആത്മാക്കളെ വലിച്ചെടുക്കുന്നതെന്നാണ്. അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ സുഹൃത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ചുരുക്കി പറയാറുണ്ടായിരുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വിനയം, ഒരാളോടും കയർത്ത് സംസാരിക്കാറുണ്ടായിരുന്നില്ല. കൊല്ലാൻ വന്ന ആളുകളോട് മുഴുവൻ അദ്ദേഹം ആ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന് പ്രതിക്രിയ ചെയ്യാമായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു വിവരറിഞ്ഞുകൊണ്ട് അവിടുന്ന് സൈന്യവുമായി വരുന്നുണ്ട് മദീനയിലേക്ക്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഭരണാധികാരി എന്ന നിലയിലുള്ള നൈപുണ്യവും ദീർഘവീക്ഷണം വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ രൂപത്തിൽ നിങ്ങൾ ഇവരെ വിട്ടാൽ ഒരുപക്ഷെ അവർ നിങ്ങളുടെ കഥ കഴിച്ചേക്കും, അതുകൊണ്ട് ഞാൻ ഇവരെ ഇപ്പൊ ശരിയാക്കാം. ഉസ്മാൻ തങ്ങളുടെ പ്രതികരണം, നിങ്ങൾ തിരിച്ചു പോകും, നിങ്ങൾ ദമസ്കസിലേക്ക് തന്നെ മടങ്ങിപ്പോകൂ എന്നാണ്. മടങ്ങിപ്പോയ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റിയത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. അപ്പൊ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു, ശക്തിയുണ്ടായിരുന്നു. മദീനയിലുണ്ടായിരുന്ന സഹാബിമാരുടെ മുഴുവൻ ആരോഗ്യമുള്ള ആൺമക്കൾ പള്ളിയിലേക്ക് വന്നിരുന്നു. പല സഹാബിമാരും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് അവരോടൊക്കെ പിരിഞ്ഞു പോകാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൽപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഒരുപക്ഷേ മഹ്ശറയിൽ വെച്ച് ഈ ആളുകളെ വിചാരണയ്ക്ക് കൊണ്ടുവന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെട്ടവനാണല്ലോ, ആ നിലയിൽ കൊല്ലപ്പെട്ടവനാണ് അധികാരം, എന്ത് ചെയ്യണമെന്ന് പറയാൻ. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയാൽ മിക്കവാറും അദ്ദേഹത്തിന്റെ പ്രതികരണം, അള്ളാഹുവേ, എന്നെ കൊന്ന നിന്റെ അടിയാറുകൾ നീ അവരെ വെറുതെ വിട്ടേക്കുക, നിന്നിൽ വിശ്വസിച്ച വിശ്വാസികളാണല്ലോ എന്നായിരിക്കും ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ശൈലി അനുസരിച്ച്
അദ്ദേഹത്തിന് പറയാറുണ്ടായിരിക്കുക എന്നതാണ് പല ചരിത്രകാരന്മാരും അതിനെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടായിട്ടുള്ളത്. അദ്ദേഹം ആ നിലപാട് തന്നെയാണ്. എന്റെ കാരണത്താൽ ഒരു വിശ്വാസി കൊല്ലപ്പെടാൻ പാടില്ല, അവർക്കൊരു ഉപദ്രവം സംഭവിക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അതേപോലെ മറ്റ് സഹായിമാരെ സംബന്ധിച്ചൊക്കെ അവരുടെ ഒക്കെ ഫളായിലുകൾ നമ്മൾക്കൊക്കെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ തലമുറയിലൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. ഒരുപക്ഷെ ഇനി ഭാവി കാലങ്ങളിലായിരിക്കും അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. അദ്ദേഹത്തിന്റെ പല ചരിത്രങ്ങളും നമ്മൾക്കൊക്കെ പല രംഗങ്ങളിലും ചരിത്രം പറയുമ്പോഴാവട്ടെ, സഹായിമാരുടെ ജീവിതം പറയുമ്പോഴാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ പറയുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായിമാരുടെ കൂട്ടത്തിലെ വ്യതിരക്തമായ വ്യക്തിത്വം. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആയിഷ റളിയല്ലാഹുഅൻഹയുടെ ഹദീസിൽ കാണാൻ പറ്റും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് കടന്നിരുന്ന് സംസാരിച്ചു. അദ്ദേഹം തിരിഞ്ഞുപോയി. ചില റിപ്പോർട്ടുകളുള്ളത് വ്യത്യസ്ത ദിവസങ്ങളിലാണ് ഈ സംഭവം നടന്നത്, അതല്ല ഒരേ സദസ്സിൽ വെച്ചാണ് എന്നും ചില ഹദീസുകളിൽ കാണാൻ പറ്റും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലിരിക്കുന്ന ആ രൂപത്തിൽ തന്നെ കാലിന്റെ മുട്ടിന്റെ മുകളിലേക്കുള്ള പല ഭാഗങ്ങളും പുറത്ത് കാണുന്ന രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നിരുന്നത്. ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ സംസാരിക്കുകയും അദ്ദേഹം പിരിഞ്ഞു പോവുകയും ചെയ്തു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് വന്നു, ആ രൂപത്തിൽ തന്നെ സംസാരിച്ചു. മൂന്നാമതായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം ശരിക്കും കൊടുത്തിരുന്നു, കാൽമുട്ടൊക്കെ മറച്ച് ശരിക്കിരുന്നു. അദ്ദേഹം സംസാരിച്ച് പിരിഞ്ഞു പോയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ അബൂബക്കർ വന്നപ്പോ പിന്നെ ഈ രൂപത്തിൽ സ്വീകരിച്ചിരുന്നിട്ടില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് വന്നപ്പോൾ നിങ്ങൾ ആ രൂപത്തിൽ ഇരുന്നില്ല, എന്തുകൊണ്ടാണ് ഉസ്മാൻ വന്നപ്പോൾ മാത്രം അങ്ങനെ മാറിയിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അലാ അസ്തഹീ മിൻ റജുലിൻ തസ്തഹീ മിൻഹുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ പോലും നാണിക്കുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ മുന്നിൽ എനിക്ക് ലജ്ജയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയുണ്ടായി എന്നാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ആ മാന്യതയും ഉണ്ടായതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പ്രതികരണം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ലജ്ജയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, കുളിമുറിയിൽ പോയി പോലും വിവസ്ത്രനായി എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് മടിയായിരുന്നു, ഇരുന്നു കൊണ്ടായിരുന്നു പലപ്പോഴും പിന്നെ കുളിച്ചിരുന്നത്. അങ്ങനെയുള്ള അനുവദനീയമായ രംഗങ്ങളിൽ പോലും അദ്ദേഹം വിവസ്ത്രനാവുക പോലും ചെയ്യാറുണ്ടായിരുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലജ്ജയും ആ പിന്നെ ആ കെറമൊക്കെ പറയുന്ന രംഗങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ബൈഅത്തുർ റിദ്വാനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഹിജ്റയുടെ 6-ാം വർഷം ആണ് ഈ ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നത്. അത് അതിലേക്ക് പ്രവേശിച്ച വിശാലമാണ് ആ ചരിത്രം. അത് ഉണ്ടാവുന്നത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പലപ്പോഴും സഅദ് ബിൻ മുആദിനെ പോലെയുള്ള സഹാബിമാരൊക്കെ ഇടയ്ക്ക് ചെന്നിട്ടുണ്ട് ഹിജ്റയ്ക്ക് ശേഷം. അവിടെ എത്തിയപ്പോൾ അവർ പേടിപ്പിക്കലാണ്, ഇങ്ങോട്ട് കടന്നുപോയാൽ ഞങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ഉംറയ്ക്ക് പോകണമെന്ന് സഹായിമാർക്കൊക്കെ ആഗ്രഹമുണ്ട്. അവരിൽ നിന്ന് ഹിജ്റ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും തവാഫ് ചെയ്യാന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അതിപ്പോൾ മുറിഞ്ഞു പോയിട്ട് 7 വർഷമായി. അതുകൊണ്ട് തന്നെ മക്കയിലേക്ക് വരിക എന്നുള്ളത് അവരുടെ വല്ലാത്തൊരു അഭിലാഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സ്വപ്നം കാണുകയാണ്, ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ മുഹല്ലിഖീന റഊസകും വമുഖസ്സിരീൻ, മുടി വെട്ടിയും അതേപോലെ തന്നെ വടിച്ചുമൊക്കെ മസ്ജിദുൽ ഹറാമിൽ ഇവർ പ്രവേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കണ്ടു. റസൂലുള്ളാഹിയും സഹായിമാരും ഈ കാര്യം സഹായിമാരെ അറിയിച്ചു. അവർ അറേബ്യയിൽ അല്ലെങ്കിൽ മദീനയിൽ ഉണ്ടായിരുന്ന സഹായിമാരെയും കൂട്ടിയിട്ട് 1500-ലധികം പേര് മക്കയെ ലക്ഷ്യമാക്കി ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. അവരുടെ അടുക്കൽ ആയുധങ്ങളില്ല. അറബികൾ ഏത് സമയവും കൊണ്ടു നടക്കാറുള്ള അവരുടെ അന്നത്തെ മൊബൈൽ അല്ലെങ്കിൽ അന്നത്തെ ഉപകരണം എന്താണ്, ഉറയിലിട്ട വാള്, അത് അവരുടെ കയ്യിലുണ്ടാവും ഏത് സമയത്തും. അത് ഇഹ്റാമിലാണെങ്കിലും അല്ലാത്തപ്പോഴൊക്കെ നമ്മളെ മലപ്പുറം കത്തിയെ പോലെ പഴയ കാലത്ത് അവരുടെ അടുക്കലുണ്ടായിരുന്ന അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ യമനിലും പല അറബി നാടുകളിലും നമുക്ക് കാണാൻ പറ്റും. അത് അവരുടെ അടുത്തുള്ള ജീവിതത്തിന്റെ ഭാഗമാണ്, ഏത് സമയത്തും ഒരു കത്തി ഉണ്ടാവുക എന്നുള്ളത്. അന്ന് ഈ വാളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ചിലതൊക്കെ ഒഴിച്ച് വേറെ ആരുടെ അടുത്ത് എന്തില്ല, ഒരു ആയുധം ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ അടുത്തേക്ക് എത്താനായപ്പോൾ ഒട്ടകങ്ങളെയും മൃഗങ്ങളെയും വലിയ മൃഗങ്ങളെയും മുന്നിൽ നിർത്താൻ പറഞ്ഞു. അറക്കാനുള്ളതാണ്, മക്കയിലേക്ക് സമർപ്പിക്കാനുള്ളതാണ്, യുദ്ധത്തിന് വന്നതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്വാനിൽ എത്തിയപ്പോഴേക്ക് വാർത്ത എത്തുന്നത് ഖുറൈശികൾ അവിടെ സജ്ജരായിട്ടുണ്ട്. ഖാലിദ് വലീദിന്റെ നേതൃത്വത്തിൽ 200ഓളം കുതിരപ്പടയാളികൾ അസ്വാനിന്റെ ഭാഗത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടയാൻ വേണ്ടി മക്കയിൽ പ്രവേശിപ്പിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്വാനിൽ നിന്ന് ജിദ്ദയുടെ ഭാഗത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്ന് ഹുദൈബിയയിലാണ് താമസിച്ചത്. അതിന്റെ ചുരുക്കം
അവിടെ എത്തി സഹായിമാരോടൊക്കെ അന്വേഷിച്ചു എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അവർക്കൊക്കെ തിരിച്ചു പോവുക എന്നുള്ളത് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. കാരണം ആ രൂപത്തിലുള്ള ആവേശത്തിലാണ് അവര് മക്കയിലേക്ക് വരുന്നത്. അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിച്ചു. ഉമറിനെ മക്കയിലേക്ക് വിടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ആഗ്രഹിച്ചത്. ഉമറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മക്കയിൽ ആരുമില്ല, ബനു അദീൻ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഖുറൈശികൾ എന്ത് ചെയ്യും, ഒരുപക്ഷെ എന്റെ കഥ കഴിക്കും. ആ മരണത്തിനോടുള്ള ഭയം കൊണ്ടല്ല, പോയ ലക്ഷ്യം അവിടെ പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞപ്പോ പറയുകയും അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു, അങ്ങോട്ട് വിടാൻ നമ്മളുടെ കൂട്ടത്തിൽ യോഗ്യനായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണം തെറ്റിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്മാനോട് നിങ്ങൾ മക്കയിൽ ചെന്നുകൊണ്ട് നമ്മൾ വന്ന കാര്യം അറിയിക്കുക. ഏത് കാര്യമാണോ കഅബയുടെ പവിത്രത നിലനിർത്താൻ വേണ്ടി ഖുറൈശികൾ മുന്നോട്ട് വെക്കുന്നത്, ആ കാര്യമൊക്കെ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു എന്നെന്ത് ചെയ്യുക, മക്കക്കാരെ അറിയിക്കുക. മക്കക്കാരവിടെ എത്തിയപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ബന്ധു തന്നെ അബാൻ ഇബ്നു സഈദ് ഇബ്നുൽ ആസ്, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പേരുകൾപ്പെട്ടതാണ്. അബാൻ അദ്ദേഹത്തിന് മകനുണ്ട്, ഈ അമവികൾക്ക് ഇഷ്ടപ്പെട്ട പേരാന്ന് പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം സ്വീകരിച്ചു, ഉസ്മാനെ കണ്ടു, സ്വീകരിച്ചു, അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി. എന്നിട്ട് പ്രഖ്യാപിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന് ഞാനിതാ അഭയം നൽകിയിരിക്കുന്നു. ആരും അദ്ദേഹത്തിന് ഒരു ഉപദ്രവം വരുത്തിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശാനുസരണം ഖുറൈശി പ്രമുഖന്മാരെ ചെന്ന് കണ്ടു, റസൂലുള്ളാഹിന്റെ വരവിനെ സംബന്ധിച്ച് അറിയിച്ചു. അവരാരും സമ്മതിച്ചില്ല. മക്കയിലേക്ക് ഞങ്ങൾ മുഹമ്മദിനെയും കൂട്ടരും പ്രവേശിപ്പിക്കുകയില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വേണമെങ്കിൽ തവാഫ് ഉംറയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ മറുപടി, എന്റെ നേതാവ് വഴിയിൽ അവിടെ കാത്തിരിക്കുമ്പോ ഞാൻ തവാഫ് ചെയ്യുകയില്ല. ഇത് കേട്ടപ്പോൾ അവർക്ക് കൂടുതൽ അവരുടെ നിയന്ത്രണം വിട്ടു. അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവിടെ തടഞ്ഞു വെച്ചു. ദേഹോപദ്രവം ഏൽപ്പിച്ചില്ല, അല്പനേരം അവിടെ തടഞ്ഞു വെച്ചു. അത് വാർത്തയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹമാർക്കും എത്തുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മക്കയിലേക്ക് പ്രവേശിച്ചതോടുകൂടി അദ്ദേഹത്തിനെ ഖുറൈശികൾ വധിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് കേട്ടതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായമാരെ ഒരുമിച്ച് കൂട്ടി. ഷൂറയ്ക്ക് ശേഷം അവിടുന്ന് എല്ലാവരും എടുത്ത തീരുമാനം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവർ വധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കാതെ മടക്കമില്ല. അത് നമ്മളുടെ ശരീരം ആഹൂതി ചെയ്തുകൊണ്ടാണെങ്കിലും പിന്തിരിഞ്ഞു പോരുന്ന പ്രശ്നമില്ല എന്നതാണ്. ഇതാണ് സഹായിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ സഹായി പിൽക്കാലത്ത് ഗണിക്കുന്ന ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്ന സഹായിമാരെ പ്രത്യേകമാക്കാനുണ്ടായ ചരിത്ര സംഭവം. അങ്ങനെ സഹായിമാര് മരണ ബൈഅത്തല്ല ചെയ്തിട്ടുള്ളത്. സഹായിമാരോട് ചോദിക്കുന്നുണ്ട്, അവർ ബൈഅത്ത് ചെയ്തത് ഉസ്മാനിന്റെ രക്തത്തിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും, അതിന് എന്ത് സംഭവിച്ചാലും, അതിന് പക്ഷെ എന്തായിരിക്കാം, മരണമായിരിക്കാം, അതിന് താഴെയുള്ളതായിരിക്കാം, മുകളിലുള്ളതായിരിക്കാം, അതവർ ചിന്തിച്ചിട്ടില്ല. അള്ളാഹു അവരെ സംബന്ധിച്ച് പ്രശംസിച്ചുകൊണ്ട് തന്നെ സൂറത്തുൽ ഫത്ഹയിൽ പിന്നീട് വചനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ വഅലിമ മാ ഫീ ഖുലൂബിഹിം വഅസാബഹും ഫത്ഹൻ ഖരീബ. മരത്തിന് ചുവട്ടിൽ വെച്ച് താഴെ വെച്ച് നിങ്ങളോട് ബൈഅത്ത് ചെയ്ത അനുയായികളോട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ആരും പെട്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് സ്വീകരിച്ചതിന് ശേഷം ഹാദിഹി ഉസ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാനിന് വേണ്ടി ബൈഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൈകൊണ്ട് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം വ്യക്തമാക്കുന്ന ഏറ്റവും വലിയൊരു ചരിത്ര സംഭവമായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നതാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കൽ ഒരു സഹാബിക്കും അദ്ദേഹത്തിനെ പോലെ ചെലവഴിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവഴിച്ചു അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തും. പക്ഷെ അത് എത്ര ഉണ്ടായിരുന്നില്ല, തുകയിൽ, വലുപ്പത്തിൽ, നമ്പറിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അയലോക്കത്ത് പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തും ചെലവഴിച്ചു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെലവഴിച്ച 1-2 തവണയുള്ള ആ ചെലവഴിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ സമ്പത്തും തീർന്നു പോകും. അതിന് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെലവഴിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായതാണ് തബൂക്ക് യുദ്ധവേളയിലുള്ള ജയ്ഷുൽ ഉസ്ര. ഉസ്ര എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പരാമർശിച്ചതുപോലെ അല്ലദീന തബഉഹു ഫീ സഅത്തിൽ ഉസ്ര, പ്രയാസപ്പെട്ട സമയത്ത് റസൂലിനെ പിന്തുടർന്നു എന്നാണ് ആ സഹായമാരെ പറ്റി പറഞ്ഞത്. തബൂക്ക് യുദ്ധത്തിന്റെ പേര് പ്രയാസമുള്ള യുദ്ധം എന്നായിരുന്നു. കാരണം മദീനയിൽ പൊതുവെ സാമ്പത്തികമായി തകർച്ചയുള്ള ഒരു സമയത്ത് വേനലിന്റെ മധ്യത്തിലാണ് യുദ്ധത്തിന് പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് സൂചിപ്പിച്ചിരുന്നു. അതിന്റെ ബാക്കി ഭാഗങ്ങൾ, ഈന്തപ്പനകൾ വെട്ടാൻ തുടങ്ങിയിട്ടില്ല, അത് കൊയ്തെടുക്കുന്ന സമയം ആയിട്ടില്ല. സാധാരണ കൃഷിപ്രദേശങ്ങളിൽ ഒരു പ്രദേശത്തെ എല്ലാ സംഗതികളും തീർന്നു പോകുന്നത് എപ്പോഴാണ്? വിളവെടുപ്പിന് തൊട്ട് മുമ്പ്. കാരണം വിത്ത് എല്ലാം തീർന്നു, കൃഷിക്ക് ഇനിയിപ്പോ കൊയ്യാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് വിളവെടുപ്പിന് വേണ്ടി. കച്ചവടക്കാരുടെ വ്യവസായങ്ങളൊക്കെ തീർന്ന് ഇനി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എന്ത് ചെയ്യും, പുതിയ വിളവെടുപ്പ് വരും. പിന്നീടാണ് മാർക്കറ്റും ചന്തയും പത്തായൊക്കെ
സജീവമാകാൻ തുടങ്ങുക. അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം വരുന്നത്, യുദ്ധത്തിന് പുറപ്പെടുക. പുറപ്പെടാൻ തന്നെ പ്രയാസം. ഇനി പുറപ്പെടേണ്ട ആളുകൾക്ക് കയറി പോകാനുള്ള വാഹനം പോലുമില്ല. സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞത് കണ്ണീര് വാർത്തുകൊണ്ട് അവർ വരികയാണ്. എന്തുകൊണ്ട്? അല്ലാ യജിദുമാ യഹ്മിലുക്കും അലൈഹി, നിങ്ങൾ അവരെ കയറ്റാൻ ഒരു വാഹനം പോലും ലഭിച്ചില്ല എന്നതിന്റെ പേരിൽ കണ്ണീര് വാർത്തുകൊണ്ട് പല സഹായിമാരും കരയുന്ന വേളയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തബർറു പ്രഖ്യാപിച്ചു, ധനശേഖരണം, കളക്ഷൻ. നമ്മളുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ കളക്ഷനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധനശേഖരണം അതിനുവേണ്ടി പ്രഖ്യാപനം നടത്തി. അതോടുകൂടി ഓരോ സഹായിമാരും ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഒരു ഈത്തപ്പഴം ഒരു സഹാബി കൊടുത്തു എന്നാണ്, ഒരു കാരക്ക. അത് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ മുനാഫിക്കുകൾ പറഞ്ഞു, അത് റിയാ അല്ലേ, ഒരു കാരക്ക കൊണ്ടുവന്നിട്ട് റസൂലിന്റെ മുമ്പിൽ വെച്ചത് വെറുതെ റിയായിന് വേണ്ടിയുള്ള പണിയാണുള്ളത്. അള്ളാഹു അതിനെ സംബന്ധിച്ച് അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരെ റിയാ ഉണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് മുനാഫിക്കുകൾ അള്ളാഹു ആക്ഷേപിച്ചു. അയാൾ ആത്മാർത്ഥമായി ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ എന്തേ ഉള്ളൂ? ഒരു കാരക്ക മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹം കൊടുത്തുകൊണ്ടെന്ന് വെച്ചു എന്നാണ്. അങ്ങനെ ഒരു കയ്യിൽ എടുക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചവരുണ്ട്, പലതും കൊണ്ടുവന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് പ്രഖ്യാപിച്ചു, 100 ഒട്ടകങ്ങളെയും അതിന് പുറത്ത് അതിനെ വഹിക്കാനുള്ള ധാന്യവും ഞാനിതാ യുദ്ധത്തിലേക്ക് നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും നിർത്തിയില്ല. ഇനി എന്താ ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു 200 ഒട്ടകങ്ങൾ, വീണ്ടും 300 ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത് 700 അല്ലെങ്കിൽ 900 ഒട്ടകങ്ങളെയാണ് ആ യുദ്ധത്തിന് വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ നൽകിയത്. അതിന് പുറമെ 40 കുതിരകൾ അതിന് വഹിക്കാനുള്ള അതിന്റെ എല്ലാ അക്താബും അതേപോലെ തന്നെ അഖ്ലാസും. ഈ കുതിരകളുടെ പുറത്ത് ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഇരിപ്പിടം, ഇരിക്കുന്ന സാധനം വേണം. അതേപോലെ തന്നെ അതിനുള്ള മറ്റ് യാത്രാ സൗകര്യങ്ങളും വേണം. അതോടുകൂടിയാണ് എന്ത് ചെയ്തത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ സംഭാവന ചെയ്തത്. അതിനുശേഷം അദ്ദേഹം 1000 ദീനാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ഗർറ ഉസ്മാന മാ അമില ബഅദൽ യൗം, ഈ ധനം ചെലവഴിച്ചതിന് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചെയ്യുന്ന തെറ്റിന് അദ്ദേഹത്തിന് ഉപദ്രവമില്ല, അദ്ദേഹത്തിന് കുഴപ്പമില്ല. ഉസ്മാൻ നിങ്ങൾ തോന്നിയ പോലെ ജീവിച്ചോളൂ എന്ന് പറയുന്നത് പോലെ ഇതിനുശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്തില്ല? തെറ്റില്ല. അതിന്റെ പേരിൽ അല്ലാഹു പിടികൂടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് സ്വർഗം കൊണ്ട്. പല സന്ദർഭങ്ങളിലും പറഞ്ഞതുപോലെ തന്നെ മുഹാജിറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഹിജ്റ വന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിന് വലിയ ക്ഷാമം അനുഭവപ്പെട്ടു. 2 സംഭവങ്ങൾ ആ വിഷയത്തിന് കാണാൻ പറ്റും. ഒന്ന്, മുഹാജിറുകൾക്ക് കുടിക്കാൻ പറ്റിയ വെള്ളം ഉണ്ടായിരുന്നത് ഒരു കിണറിലായിരുന്നു. അതെല്ലാം മദീനയിൽ മൊത്തം വരൾച്ച ബാധിക്കുകയും ബിർ റൂമ എന്ന് പറയുന്ന ഒരു യഹൂദന്റെ നിയന്ത്രണത്തിലുള്ള കിണറിൽ മാത്രം വെള്ളം അവശേഷിക്കുകയും ചെയ്തതാണ്. ബിർ റൂമ അതൊരു യഹൂദന്റെ കൈവശമായിരുന്നു എന്നാണ് ചില ചരിത്രഗ്രന്ഥങ്ങളിൽ കാണുന്നത്. വേറെ ചില ചരിത്രഗ്രന്ഥങ്ങളിൽ കാണുന്നത് റൂമ അൽ ഗഫാരി എന്ന് പറയുന്ന പിൽക്കാലത്ത് മുസ്ലിമായ ഒരു അൻസാരിയുടേതായിരുന്നു എന്നാണ്. ഏതായിരുന്നാലും ഈ യഹൂദന്റെ കയ്യിലുണ്ടായിരുന്ന ഈ കിണറിൽ അദ്ദേഹം ആ വെള്ളം കൊടുത്തിരുന്നത് ഒരു മുദ്ദിന് പകരമായിട്ട് ഒരു കോരൽ വെള്ളം, നല്ല സ്വർണ്ണ വിലയുള്ള രൂപത്തിലായി മാറി. കാരണം വെള്ളം കിട്ടാനില്ല. യഹൂദന്മാരുടെ മുമ്പേ ഉള്ള ശീലാണെന്ത്? എല്ലാം നശിപ്പിച്ചിട്ട് അവരുടെ അടുക്കൽ മാത്രം സമ്പത്ത് അവശേഷിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ ജീവജലമാണ് ലഭിക്കാതെയായിട്ടുള്ളത്. അത് അദ്ദേഹം വിൽക്കുന്നത് ഈ വിലയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ബിർ റൂമ വാങ്ങുകയും എന്നിട്ടത് ആ വാങ്ങുന്ന വ്യക്തിയോടൊപ്പം മുസ്ലിങ്ങൾക്കും ആ വെള്ളം കുടിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് സ്വർഗമുണ്ട്. ഈ വാർത്ത കേട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ നേരെ ചെന്ന് ആ യഹൂദിനോട് വില പറയുകയും 35,000 ദീനാർ നൽകി ആ കിണർ വാങ്ങുകയും അത് മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബിർ റൂമ വാങ്ങിയ ആൾക്കുള്ള പ്രതിഫലം എനിക്കുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കും അതുണ്ട്, നിങ്ങൾക്ക് അതിന് പകരമായി സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. പിൽക്കാലത്ത് അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ കുടിവെള്ളം അദ്ദേഹത്തിന് മുടക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വെള്ളം മുടക്കി ആളുകളോട് ചോദിക്കുകയാണ്, ബിർ റൂമ വാങ്ങി മദീനയിലെ മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്ത വ്യക്തി ഞാനാണ്, ഇപ്പോൾ അതിൽ നിന്നൊരു കോപ്പ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ എന്നെ തടയുകയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ബിർ റൂമ വഖഫ് ചെയ്തു. ഇതിന് ശേഷമാണ് തബൂക്ക് യുദ്ധം ഉണ്ടാകുന്നത്. അതിന് അദ്ദേഹം ചെലവഴിക്കൽ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവി കെട്ടി. എന്നിട്ട് അല്പ വർഷങ്ങൾക്കുള്ളിൽ തന്നെ അതിൽ നിസ്കരിക്കാൻ പറ്റാത്ത വിധം മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചു. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഹിജ്റ വന്ന് മദീനയിലേക്ക് എത്തി.
മസ്ജിദ് നബിയോട് ചേർന്ന് പടിഞ്ഞാറ് ഭാഗം അതുണ്ടായിരുന്നത് ചില ദുർബലരായ അൻസാരികളുടെ ഉടമസ്ഥതയിൽപ്പെട്ട അൻസാരി മക്കളുടെ ഉടമസ്ഥതയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കളമായിരുന്നു അത്. കളം എന്ന് പറഞ്ഞാൽ ഈ ഈന്തപ്പന ഒക്കെ കാരയ്ക്കൊക്കെ കൂട്ടുന്ന പുര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് വിലക്ക് മേടിച്ച് ആരാണ് ഇസ്ലാമിന് വേണ്ടി പള്ളിയിൽക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നത് അവർക്ക് സ്വർഗമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 20,000-ത്തിലധികം ദിർഹമുകൾ നൽകി അത് വാങ്ങുകയും പള്ളിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് മസ്ജിദ് നബി ആദ്യമായി പടിഞ്ഞാറ് ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വികസിപ്പിക്കുന്നത്. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തന്നെ രണ്ടാമതും അത് വീണ്ടും വികസിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് അതിന് ചുമരും വളരെ ഭംഗിയായി ഒക്കെ കെട്ടുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് പൂർണ്ണമായി തകർക്കാന്ന് പറഞ്ഞാൽ പൊളിച്ച് വീണ്ടും നല്ല കല്ലുകൾ കൊണ്ട് കെട്ടി ബലപ്പെടുത്തുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ രണ്ടാമത് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മൂന്നാമത്തെ വികസനം നടത്തുന്ന സമയത്താണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ആ സമയത്തും അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നത് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയാണ്. അങ്ങനെ ഒരുപാട് രംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബാക്കി ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ നമുക്ക് കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പറയുവാനും ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.